മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഗോതമ്പ് മാവ് കൊണ്ട് ഒരു ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. ബോണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉരുളക്കിഴങ്ങൊന്നും ചേർക്കുന്നില്ല. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ബൗളിൽ ഒരു സവാള നുറുക്കി വെച്ചത്, അത്യാവശ്യം വലിയൊരു സവാളയായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ 2 പച്ചമുളക് മാത്രമേ ഇതിനകത്ത് ഇടുന്നുള്ളൂ, വേറെ മുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല. എന്നിട്ട് അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് സോഡാപ്പൊടി അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി ഇല്ല എങ്കിൽ ബേക്കിംഗ് പൗഡർ ഇടാം. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ ഒരു സ്പൂൺ 1.5 സ്പൂൺ ഇടണം കേട്ടോ. സോഡാപ്പൊടി ആണെങ്കിൽ 1/2 സ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഞവടിയെടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യണം. കുറച്ചൊരു 3-4 സെക്കൻഡ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിനൊരു 30 സെക്കൻഡ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് കുറേശ്ശെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇടുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ ഉയർത്തി വയ്ക്കുക. ഇതിട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം താത്ത് വയ്ക്കാനും മറക്കരുതേ. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചധികം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് നല്ലപോലെ നമുക്കൊരു സൈഡ് മൂപ്പിച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, അതിന് നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാവേ. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. അവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മളിതിനകത്ത് തൈര് ചേർത്തിരിക്കുന്നുണ്ട്, ചെറിയൊരു പുളിയും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ സോഡാപ്പൊടി ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങിയും വരും. പിന്നെ ഇത് മൈദാമാവിലും ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് മാവ് എടുത്തത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഗോതമ്പ് മാവും ക്യാരറ്റ് സവാളയൊക്കെ ഇപ്പോൾ എന്തായാലും കാണുമല്ലോ. അപ്പോൾ ഞാനൊരു സ്റ്റെപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പും കൂടെ ഉണ്ടാക്കിയിട്ട് വരാം. നമുക്ക് 1 കപ്പ് ഗോതമ്പ് മാവിൽ കുറച്ചധികം കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.